പുറത്തേക്ക് സുനിത വില്യംസ് ഇതാ അങ്ങനെ താനുള്ള ടീമും അവിടെ സജ്ജരായി നിൽക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ വീണ്ടും നോക്കുക, 3:23 സമയം. ഇപ്പോൾ ദൃശ്യങ്ങൾ, ഇപ്പോൾ പേടകത്തിനകത്തുള്ള ദൃശ്യങ്ങളാണ്. ഒരു സ്റ്റേബിൾ പൊസിഷനിലേക്ക് ഇപ്പോൾ ഇവർ ഈ 4 പേരും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. പോലെയാണെങ്കിൽ ഇതാ നമുക്ക് അടുത്ത ദൃശ്യം കൂടി ലഭ്യമാവുന്നു. WB-57 എയർപ്ലെയിൻ ഉള്ള ദൃശ്യം വളരെ വേഗത്തിൽ താഴേക്ക് പതിക്കുന്ന ആ മൊഡ്യൂൾ നോക്കുക. വളരെ വളരെ അക്യുറേറ്റ് ആയിട്ട് താഴേക്ക് ഇത് പതിക്കുകയാണ്. ഫസ്റ്റ് പാരച്യൂട്ട് വിടർന്നു കഴിഞ്ഞു, വേഗം നിയന്ത്രിക്കുന്നു. കൃത്യമായ ഒരു അക്യുറേറ്റ് സ്പ്ലാഷ് ഡൗണിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അടുത്ത പാരച്യൂട്ട് വിടർന്നിരിക്കുന്നു. 4 പാരച്യൂട്ടുകളായി അത് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ 4 പാരച്യൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ സ്റ്റഡിയായി ഏറ്റവും ചെറിയ വേഗത്തിലേക്ക് ഈ പേടകത്തെ എത്തിച്ചിരിക്കുന്നു. സക്സസ്ഫുൾ ലാൻഡിംഗ്, സക്സസ്ഫുൾ സ്പ്ലാഷ് ഡൗണിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഫ്ലോറിഡയിലെ ഉൾക്കടലിൽ ആ പേടകം പതിക്കാൻ പോവുകയാണ്. വളരെ മനോഹരമായ മറ്റൊരു കാഴ്ച, ഒരു ഡൗൺ ആംഗിൾ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അതിൽ വ്യക്തമാണ് താഴേക്ക് മന്ദം വരുന്ന ആ കാഴ്ച. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ച. ഈ പേടകം ഭൂമിയിലേക്ക് എത്തുകയാണ്. സുനിത വില്യംസ് തിരികെ ഭൂമിയിലേക്ക് എത്തുന്നു. നമ്മുടെ അഭിമാനമായ സുനിത വില്യംസ്, ഒപ്പം ബുച്ച് വിൽമോർ, നിക് ഹേഗ് എന്ന് പറയുന്ന ഈ ക്രൂ കമാൻഡറും, ഒപ്പം ഗുർബനോ എന്ന് പറയുന്ന റഷ്യക്കാരൻ, ഇങ്ങനെ 4 പേരടങ്ങുന്ന ഈ സംഘം താഴേക്ക് എത്തുന്നു. േണ്ടതുണ്ട് ഒരു ബോട്ടിലേക്ക്. അതിനുശേഷം ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പേടകത്തെ വലിച്ച് ഷിപ്പിലേക്ക് കൊണ്ടുപോവുകയും ഇതാണ് ദിസ് ഈസ് ദ മൊമെന്റ്. ആ സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം നോക്കുക, 3:28 എക്സാക്ട് ടൈം. 3:28 സ്പ്ലാഷ് ഡൗൺ സംഭവിച്ചിരിക്കുന്നു. ഭൂമിയെ തൊട്ടിരിക്കുന്നു. ഡ്രാഗൺ 9 അല്ലെങ്കിൽ ക്രൂ 9 ഡ്രാഗൺ എന്ന് പറയുന്ന പേടകം ഭൂമിയെ തൊട്ടിരിക്കുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിക്ഷേപിച്ച് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്യപ്പെട്ട ക്രൂ 9 ഡ്രാഗൺ പേടകം തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. We have visual confirmation of splashdown. Dragon Freedom has returned home and NASA astronauts. System safety verifications are in progress. We'll report back when recovery personnel are en route. വെൽക്കം ബാക്ക്. സുനിത വില്യംസ്, ബുച്ച് വിൽമോർ ഇതാ വിജയകരമായി സ്പ്ലാഷ് ഡൗൺ പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സൈന്യം അതിവേഗം, നാവികസേന പേടകം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ചരിത്ര നിമിഷത്തിനാണ് നമ്മൾ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനേവ്, ഒപ്പം നമ്മുടെ സ്വന്തം സുനിത വില്യംസ്, അവർ സുരക്ഷിതരാണ് ആ പേടകത്തിനകത്ത് എന്ന് തന്നെയാണ് നാസ അറിയിക്കുന്നത്. ഇതാ പേടകം കരയ്ക്കടുപ്പിക്കുന്നതിന് വേണ്ടി നാവികസേനയുടെ ബോട്ടുകൾ എത്തിക്കഴിഞ്ഞു. 4 യാത്രികരും സുരക്ഷിതരാണ്. പുറത്തേക്ക് സുനിത വില്യംസ് ഇതാ അങ്ങനെ മദർത്തിലേക്ക് തിരികെ സുനിത വില്യംസിനെ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. അവരുടെ പ്രതികരണം, അവരുടെ മുഖത്ത് അവർ കൈവീശി അവരുടെ സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുന്ന കാഴ്ച, സുന്ദരമായ കാഴ്ച. അങ്ങനെ സുനിത വില്യംസ് പുറത്ത് ഇറങ്ങിയിരിക്കുന്നു. ഭൂമിയെ തൊട്ടിരിക്കുന്നു. അവർക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. ഫസ്റ്റ് ഫ്രെയിമിൽ എവറിത്തിങ് ഈസ് ഓക്കെ. അവർ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. അങ്ങനെ സുനിത വില്യംസ് എന്ന നമ്മുടെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം പുറത്തേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ബുച്ച് വിൽമോർ എന്ന മറ്റൊരു എക്സ്പേർട്ട് സുനിതയ്ക്കൊപ്പം ഈ മിഷനിൽ പങ്കെടുത്ത, ഈ എക്സ്റ്റൻഡഡ് മിഷനിൽ പങ്കെടുത്ത മറ്റൊരാൾ ബുച്ച് വിൽമോർ ആണ്. ബുച്ച് വിൽമോറും പുറത്തേക്ക് എത്തുന്നതോടുകൂടി ഈ 4 പേരും പുറത്തേക്ക് എത്തുന്നു.